are going to derive the variance of normal distribution. നമുക്കറിയാം വേരിയൻസിന്റെ നൊട്ടേഷൻ എന്താണ്? V of x. വേരിയൻസ് കണ്ടുപിടിക്കാൻ രണ്ട് ഫോർമുലാസ് ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. വേരിയൻസ് ഓഫ് എക്സിന്റെ ഫസ്റ്റ് ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. സെക്കൻഡ് ഫോർമുല എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. നമ്മൾ ബൈനോമിയലും ബെർണൌളിയും പോസോണും അതിന്റെ എല്ലാം വേരിയൻസ് ഡിറൈവ് ചെയ്യുന്നത് നമ്മൾ ഈ ഫസ്റ്റ് ഫോർമുലയാണ് ഉപയോഗിച്ചത്. പക്ഷേ നോർമലിന്റെ വേരിയൻസ് ഡിറൈവ് ചെയ്യാൻ കുറച്ചും കൂടി കൺവീനിയന്റ് സെക്കൻഡ് ഫോർമുലയാണ്. അതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഫോർമുല വെച്ചിട്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് ഡിറൈവ് ചെയ്യുന്നത്. സോ വേരിയൻസ് ഓഫ് എക്സ് എന്താണ് ഫോർമുല? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? മീൻ ആണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻ ഡിറൈവ് ചെയ്തതല്ലേ? എന്തായിരുന്നു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്? മ്യൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന് പകരം മ്യൂ എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. സോ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ എന്ന് പറയും. എന്തുകൊണ്ടാണ്? സിൻസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് മ്യൂ ആയതുകൊണ്ട്. അപ്പോ ഈ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്കറിയാം എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്താണ് ഫോർമുല? ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട്. പക്ഷേ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അല്ലല്ലോ കാണേണ്ടത്. എന്താണ് കാണേണ്ടത്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ആണ് കാണേണ്ടത്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയിരുന്നെങ്കിൽ ഇന്റഗ്രൽ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പോ ഫസ്റ്റ് ടേം ഇവിടെ എക്സിന്റെ എക്സ്പെക്ടേഷന്റെ ഉള്ളിൽ എന്ത് വരുന്നോ അതാണ് ഫസ്റ്റ് ടേം ആയിട്ട് വരേണ്ടത് അല്ലെ? ഇവിടെ എക്സ്പെക്ടേഷന്റെ ഉള്ളിൽ എന്താണ് വരുന്നത്? എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ. അപ്പൊ എങ്ങനെയാണ് വരിക? ഇന്റഗ്രൽ എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി നമുക്കറിയാം നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF എന്താണ്? 1/√2π സിഗ്മ e raised to minus of x minus mu the whole square by 2 sigma square. അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഇന്റഗ്രൽ അതേപോലെ തന്നെ എക്സിന്റെ വേരിയേഷൻ കൊടുക്കാം. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1/√2π സിഗ്മ e raised to minus of x minus mu the whole square by 2 sigma square into dx. ഇങ്ങനെ നമുക്കിത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി യു എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാം. നമ്മൾ വീണ്ടും ഡിഫൈൻ ചെയ്തതുപോലെ തന്നെ ലെറ്റ് യു ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ ബൈ √2 സിഗ്മ. ഇവിടെ നിന്നാണത് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ്. എക്സ് മൈനസ് മ്യൂ ബൈ √2 സിഗ്മ. ഇനി എന്ത് ചെയ്യണം? ഡി എക്സിന് പകരം ഡി യു കണ്ടുപിടിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ √2 സിഗ്മ ലെഫ്റ്റിലേക്ക് കൊടുക്കുന്നു. സോ √2 സിഗ്മ ഇൻറ്റു യു ഈക്വൽ ടു എക്സ് മൈനസ് മ്യൂ എന്ന് കിട്ടും. തിരിച്ചെഴുതാം. എക്സ് മൈനസ് മ്യൂ ഈക്വൽ ടു √2 സിഗ്മ യു. അപ്പോ ഇനി ചെയ്യുന്നത് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കണം. ഡിഫറൻഷ്യൽ എടുക്കണം. √2 സിഗ്മ ഡിഫറൻഷ്യൽ എടുക്കാം. ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ് വേരിയബിൾ ആണ്, യു വേരിയബിൾ ആണ്. അപ്പൊ രണ്ടുപേരുടെയും ഡെറിവേറ്റീവ് എന്ന് വരും ഡി എക്സ് ഡി യു. ബാക്കിയുള്ളത് കോൺസ്റ്റന്റ് ആണ് അല്ലെ? അപ്പൊ എങ്ങനെയാണ് വരിക? ഡി എക്സ് മൈനസ് മ്യൂ കോൺസ്റ്റന്റ് ആണ്. സോ ഡെറിവേറ്റീവ് 0 ഈക്വൽ ടു ഇത് ഒരു ഫംഗ്ഷനോട് വരുന്നതുകൊണ്ട് കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുക്കുക. √2 സിഗ്മ ഇൻറ്റു ഡി യു എന്ന് വരും. സോ ഡി എക്സ് ഈക്വൽ ടു √2 സിഗ്മ ഡി യു എന്ന് കിട്ടും. ഈ -0 നമുക്ക് കളയാം. ഡി എക്സ് ഈക്വൽ ടു √2 സിഗ്മ ഡി യു എന്ന് കിട്ടും. സോ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കിട്ടി. അത് നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore v of x equal to integral minus infinity to infinity x minus mu the whole square. അതുപോലെ എന്ത് എഴുതാം? x minus mu നമ്മൾ ഡിഫൈൻ ചെയ്തു. x minus mu എന്ന് പറയുന്നത് √2 സിഗ്മ u ആണ് അല്ലേ? അപ്പൊ x minus mu the whole square എന്തായിരിക്കും? ഈ റൈറ്റ് സൈഡിൽ സ്ക്വയർ എടുക്കുക. എന്ത് കിട്ടും? 2 sigma square into u square into 1/√2π സിഗ്മ. അതുപോലെ തന്നെ എഴുതുക. e raised to minus ഈ ഫംഗ്ഷൻ പോലെ എന്ത് കൊടുക്കാം? x minus mu by √2 സിഗ്മ. അതിന്റെ സ്ക്വയർ അല്ലേ കിടക്കുന്നത്? സോ മൈനസ് u സ്ക്വയർ ഇൻറ്റു ഡി യുവിന് പകരം എന്ത് എഴുതാൻ പറ്റും? നമുക്ക് ഡി എക്സിന് പകരം എന്ത് എഴുതാൻ പറ്റും? √2 സിഗ്മ ഡി യു എന്ന് എഴുതാൻ പറ്റും. ഇനി നോക്കുക. √2 മുകളിൽ താഴെയായിട്ട് ക്യാൻസൽ ചെയ്യാം.
സിഗ്മ ആൻഡ് സിഗ്മ ക്യാൻസൽസ്. ബാക്കി എന്താണ് വരിക? ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി 2 സിഗ്മ സ്ക്വയർ യു സ്ക്വയർ. താഴെ നോക്കിയേ 1/√2π. അല്ല √2 പോയി, ബാക്കി എന്താണ്? √π അല്ലേ? ബൈ √π ഇൻറ്റു ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ. ഇവിടെ രണ്ടും ക്യാൻസൽ ആയി പോയതാണ് du. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഈവൺ ഫംഗ്ഷൻ. തന്നിരുന്ന ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം എന്ത് എഴുതാം? 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. ഇവിടെ നോക്കിയേ 2ഉം സിഗ്മ സ്ക്വയറും √πയും ഇത് മൂന്നും കോൺസ്റ്റന്റ്സ് ആണ് അല്ലേ? ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ഈവണും അല്ല ഓഡും അല്ല. പിന്നെ ബാക്കി വരുന്ന ഫംഗ്ഷൻ ഏതാണ്? യു സ്ക്വയർ. യു സ്ക്വയർ എങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ്? ഒരു ഈവൺ ഫംഗ്ഷൻ ആണ്. സോ നമുക്ക് ഇങ്ങനെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വരെ എന്ത് എഴുതാൻ പറ്റും? 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി 2 സിഗ്മ സ്ക്വയർ ബൈ √π ഇൻറ്റു യു സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് യു സ്ക്വയർ du. കാരണം എന്താണ്? സിൻസ് യു സ്ക്വയർ ഈസ് ഈവൺ, therefore ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിക്ക് പകരം എന്ത് എഴുതാം? 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഇനി again ഇങ്ങനെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വീണ്ടും യുവിന് പകരം വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നമ്മൾ നോക്കുക. യുവിന് പകരം നമ്മൾ ലെറ്റ് യു ഈക്വൽ ടു √v. യുവിന് പകരം നമ്മൾ എന്താ എടുക്കുക? √v ആണ് എടുക്കുക. എന്നിട്ട് ഡിയുവിന് പകരമുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കണം. അത് എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് d/dx ഓഫ് √x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 √x ആണ് അല്ലെ? അപ്പോൾ d/dv ഓഫ് √v എന്തായിരിക്കും? 1/2 √v ആയിരിക്കും. സോ രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കുന്ന എന്ത് കിട്ടും? du ഈക്വൽ ടു 1/2 √v ഇൻറ്റു dv എന്ന് കിട്ടും. again നിങ്ങൾക്കറിയാം √v നെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? v raised to 1/2. സോ 1/2 ഇൻറ്റു v raised to 1/2 dv എന്ന് കിട്ടും. again നിങ്ങൾ വേറൊരു റൂൾ പഠിച്ചിട്ടുണ്ട് 1/x raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? x raised to മൈനസ് n ആണ്. ശരിയല്ലേ? അപ്പോൾ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്താൽ 1/2 ഇൻറ്റു v raised to 1/2 താഴെ നടക്കുന്നത് അല്ലെ? അപ്പൊ 1/v raised to 1/2 എന്നുള്ള രൂപത്തിൽ, അത് ഈ രൂപത്തിൽ എഴുതിയാൽ എങ്ങനെ കിട്ടും? v raised to മൈനസ് 1/2 ഇൻറ്റു dv എന്ന് കിട്ടും. സോ ഡിയുവിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. യുവിനെ നമ്മൾ പുതിയൊരു വേരിയബിളിന്റെ ടേംസിൽ ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഇവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. therefore v of x equal to 2 times integral 0 to infinity 2 sigma square by √π into u എന്ന് പറയുന്നത് √v ആണ് അല്ലേ? അപ്പൊ u സ്ക്വയർ എന്തായിരിക്കും? v into e raised to minus u square. e raised to minus u square പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? e raised to minus v into du ന് പകരം എന്ത് എഴുതാം? 1/2 into v raised to minus 1/2 dv. ഇവിടെ നോക്കിയേ, ഈ ഉള്ളിലുള്ള 2 ന്യൂമറേറ്ററുള്ളതും താഴെയുള്ളതും കട്ട് ചെയ്ത് പോയി. ബാക്കി ഇങ്ങനെയാണ് വരിക. സോ അത് നിങ്ങളുടെ എടുത്ത് എഴുതുവാണ്. So v of x equal to നമ്മൾക്ക് ഈ കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുത്തേക്കാം. 2 സിഗ്മ സ്ക്വയർ ബൈ √π 2 into sigma square by √π into integral 0 to infinity v into e raised to minus v into v raised to minus 1/2 dv. again നിങ്ങൾ വേറൊരു ഫോമിൽ പഠിച്ചിട്ടുണ്ട് x raised to m into x raised to n എന്ന് പറയുന്നത് x raised to m plus n ആണ്. സോ v into v raised to minus 1/2 നമുക്ക് അതിനെ എഴുതാം v raised to 1
ഇൻറ്റു വി റേസ് ടു മൈനസ് 1/2 എന്ന് എഴുതാം. ഈ റൂൾ അപ്ലൈ ചെയ്താൽ വി റേസ് ടു 1 പ്ലസ് മൈനസ് 1/2 എന്ന് വരും. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആണെന്ന് അറിയാം. സോ വി റേസ് ടു 1 മൈനസ് 1/2 എന്ന് വരും. 1 മൈനസ് 1/2 എന്താണ്? 1/2. സോ ആൻസർ എന്ത് കിട്ടും? വി റേസ് ടു 1/2 എന്ന് കിട്ടും. സോ അതാണ് ഇവിടെ എഴുതുക. 2 സിഗ്മ സ്ക്വയർ ബൈ റൂട്ട് പൈ integral 0 to infinity v into e raised to minus v into v raised to 1/2 dt. ഇത്രയും മതി. ഇനി നമ്മൾ ഇവിടെ ഗാമ ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന 3 ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ വേരിയൻസിന്റെ ആൻസറിലേക്ക് വരിക. ആ 3 ഫോർമുലാസ് ഞാൻ പറയാം. ഒന്നാമത്തെ ഫോർമുല എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to infinity e raised to minus v into v raised to 1/2 dt. എന്താണ് അതിന്റെ ആൻസർ? ഗാമ 3/2. ഗാമ എന്ന് എന്റെ നൊട്ടേഷനാണ് എഴുതിയത്. അതാണ് ഗാമ 3/2. again വേറൊരു ഫോർമുല നമുക്ക് വേണം. ഗാമ n എന്ന് പറഞ്ഞാൽ എന്താണ്? n minus 1 into ഗാമ n minus 1. അതുപോലെ തന്നെ ഗാമ 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് പൈ. അപ്പോൾ ഇനി ഈ 3 ഫോർമുലാസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസറിലേക്ക് എത്തുക. അപ്പൊ നമ്മൾക്ക് ഇവിടെ ഇതിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? ഗാമ 3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും ബൈ ദിസ് റിസൾട്ട്. സോ 2 സിഗ്മ സ്ക്വയർ ബൈ റൂട്ട് പൈ ഇൻറ്റു ഗാമ 3/2. എന്തുകൊണ്ടാണ്? സിൻസ് integral 0 to infinity e raised to minus v into v raised to 1/2 dt എന്ന് പറയുന്നത് ഗാമ 3/2 ആയതുകൊണ്ട്. again ഗാമ 3/2 നമുക്ക് ഈ റൂൾ ഉപയോഗിക്കാമല്ലോ. അപ്പോൾ എങ്ങനെ എഴുതാം? 3/2 minus 1 into ഗാമ 3/2 minus 1. so 2 sigma square by root pi into 3/2 minus 1 into ഗാമ 3/2 minus 1. 3/2 minus 1 സിംപ്ലിഫൈ ചെയ്യാൻ എളുപ്പമല്ലേ? ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 minus 2/2 എന്ന് വരും. സോ 1/2 എന്ന് വരും. സോ 2 സിഗ്മ സ്ക്വയർ ബൈ റൂട്ട് പൈ ഇൻറ്റു 3 minus 2/2. സോ 1/2 ഗാമ 1/2 എന്ന് വരും. again ഗാമ 1/2 എന്താണെന്ന് അറിയാം? റൂട്ട് പൈ. സോ അതുകൂടി കൊടുക്കുക. 2 സിഗ്മ സ്ക്വയർ ബൈ റൂട്ട് പൈ ഇൻറ്റു 1/2 ഇൻറ്റു റൂട്ട് പൈ. എന്തെല്ലാം ക്യാൻസൽ ആയി പോകും? റൂട്ട് പൈ ക്യാൻസൽ ആയി പോകും. മുകളിൽ താഴെയുള്ള 2 ക്യാൻസൽ ആയി പോകും. സോ വാട്ട് വിൽ വി ഗെറ്റ്? ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. സോ വേരിയൻസ് ഓഫ് എക്സ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. വാട്ട് ഈസ് വേരിയൻസ് ഫോർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ? വേരിയൻസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ഇനി വേരിയൻസ് അറിയാമെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. സോ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ ആണ്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് സിഗ്മയായിരിക്കും. സോ ദാറ്റ് ഈസ് ദ വേരിയൻസ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. താങ്ക് യു.